പങ്കുവച്ചത്. പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ പ്രതിനിധി സംഘം നാളെ ദോഹയിലെത്തും. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടുകയാണ് ലക്ഷ്യം. നേരത്തെ ഖത്തർ ഇടപെടലിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരുന്നത്. സംഘർഷത്തിൽ നിരവധി സൈനികർ ഇരുഭാഗത്തും കൊല്ലപ്പെട്ടിരുന്നു. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, അഫ്ഗാൻ പ്രതിനിധി സംഘം നാളെ ദോഹയിൽ എത്തുകയാണ്. എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അമൃത, കുറച്ചു കാലമായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അതിർത്തി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 2200 കിലോമീറ്റർ വരുന്ന അവരുടെ ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്, ഒരു അതിർത്തി രേഖയുണ്ട്. ഇവിടെ രണ്ട് രാജ്യങ്ങളും കുറച്ചു കാലങ്ങളായി സംഘർഷത്തിൽ നിൽക്കുകയാണ്. ഈ സംഘർഷത്തിലാണ് ഖത്തർ ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം ഇതിൽ ഇടപെട്ട ശേഷം താൽക്കാലികമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നു. ഈ വെടിനിർത്തൽ കരാർ നീട്ടാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തുന്നത്. പാകിസ്ഥാൻ എന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും നാളെ ദോഹയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ വെടിനിർത്തൽ കരാർ കൂടുതൽ സമയത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ദോഹയിൽ നടക്കുക. ഏതായാലും രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലെ തർക്കത്തിൽ കൂടി ഖത്തർ അതിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയാണ്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്.